ഒന്നെങ്കിൽ ഫേസ് ഫുള്ള് അല്ലെങ്കിൽ കുറച്ചും കൂടെ പകുതി. ഭയങ്കരമായിട്ട് സ്പൈസ് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്പൈസ് ചെയ്യാം. ബട്ടറും കൂടി ഇടാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്കതിലുണ്ടാം. ഇത് കാണിക്കല്ലേ, കുറച്ച് സ്പൈസി ആയിട്ട് നൂഡിൽസ് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇതിനാണ് കൂടുതലല്ലോ എനിക്കിഷ്ടമാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്നുള്ളൊരു ഫീൽ വരുന്നത്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പൈസ് ലെവലാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, പക്ഷെ നൈസാണ്. കുരുമുളക് നമ്മൾ ആദ്യം ഒത്തിരി എടുത്തില്ല, നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഗാർലിക് ആട്ടോ നന്നായിട്ട് ചോപ്പ്, ഫൈനായിട്ട് ചോപ്പ് വെച്ചിരിക്കണം ഗാർലിക്. എന്നിട്ട് അവസാനം നമുക്ക് കുറച്ചും കൂടി പെപ്പർ ഇടാം. കാരണം പെപ്പർ ആദ്യം ഇട്ട കരിഞ്ഞു പോകുന്നൊക്കെ ഞാൻ കുറേ യൂട്യൂബിൽ കണ്ടു. ഞാൻ പറഞ്ഞാൽ അത്ര എക്സ്പെർട്ട് അല്ലാത്ത എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷെ വെറുതെ റിസ്ക് എടുക്കട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം പെപ്പർ ഇടാം. നല്ല കട്ടിയുള്ള നൂഡിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാം. നമുക്കിതിപ്പം 2 സോസ് കിട്ടും. നമ്മളിപ്പോൾ ഇടുന്നില്ല കേട്ടോ, നമുക്ക് നന്നായിട്ട് ചൂടുകൾ വയ്ക്കാം. നമുക്ക് നന്നായിട്ട് അടച്ച് നമുക്ക് നമ്മൾ പുതിയൊരു പാൻ എടുത്തു, അതിലോട്ട് ബട്ടർ ഇട്ട്, പിന്നെ നമ്മൾ മഷ്റൂം എടുത്തായിരുന്നു. ഇതൊരു 500 ഗ്രാം മഷ്റൂം ഉണ്ട്, കഴുകി നല്ല റിൻസ് ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഓൾറെഡി പ്രീ കട്ട് ചെയ്ത് വരുന്ന കേട്ടോ. സോ ഇത് നമ്മൾ ഈ ബട്ടറിലോട്ടിട്ട് സോട്ട് ചെയ്യാൻ പോവാം. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാട്ടോ മഷ്റൂം. ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയ നൂഡിൽസിൻ്റെ ബാക്കി ഇരുന്ന സോസാട്ടോ. ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് കഴിഞ്ഞതിന് യൂസ് ചെയ്തില്ല ഫുള്ള്, അങ്ങനെ ഇരുന്ന സോസാണ്. ഇത് തന്നെ എഴുതിയേക്കണ കാണാം 2x സ്പൈസി. സോ ഇത് ഞാൻ സേവ് ചെയ്തത് ഈ മഷ്റൂം സോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പൈസിയാണ്. പക്ഷേ ഞാൻ ഫുള്ള് ആഡ് ചെയ്യുവാണ്. നല്ല തണുപ്പൊക്കെയാണ്, ഞാൻ പറഞ്ഞില്ല വിൻ്ററാണ് ഇവിടെ. സോ കുറച്ച് സ്പൈസി ആയിട്ട് നൂഡിൽസ് ഇരിക്കട്ടെ എന്ന് വെച്ചു. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽ നമ്മൾ പാനിലോട്ട് ഇടാൻ പോവുകയാണ്. നമ്മൾ ആ പാനിൽ വെച്ചിരിക്കുന്ന ബീഫും സ്റ്റേക്കും മഷ്റൂമും ഒക്കെ മാറ്റി വെച്ചു. പാക്കറ്റ് നിങ്ങൾ കണ്ടെന്ന് അറിയില്ല, ഭയങ്കര ബ്ലാക്ക് കളറായിരുന്നു പാക്കറ്റിൽ. എന്ന് വെച്ചാൽ അത്ര എക്സ്ട്രാ ഹോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കഴിക്കാൻ. നമുക്ക് ഇന്ത്യൻസിനൊക്കെ പറ്റുന്ന ഒരു ഹോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഇതിൻ്റെ സോസ് പൊട്ടിച്ചു, ഇപ്പം അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മഷ്റൂമിൽ ഇട്ടു എന്ന് പറഞ്ഞ സോസിൻ്റെ അത്ര എരിവില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര സ്പൈസി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് ഇല്ലേ, അത് നഷ്ടമാവുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഇതിൻ്റെ പകുതി ഇടാമെന്ന് ഇപ്പോൾ തീരുമാനിച്ചേക്കണേ. നമുക്ക് ഇടാം. ഇച്ചിരി കൂടി ഇടാം. എനിക്കിഷ്ടമാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്നുള്ളൊരു ഫീൽ വരുന്നത്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പൈസ് ലെവലാണ്. ഇത് തന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എനിവേ നമുക്കിത് നമ്മുടെ നൂഡിൽസിലോട്ട് ആഡ് ചെയ്യാം. ഗാർണിഷിനായിട്ടുള്ള നമ്മൾ ബുൾസൈ ഒരിക്കൽ നമുക്ക് എത്രമാത്രം പെർഫെക്റ്റ് ഷേപ്പിൽ വരുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇനി ഒന്നും പറയാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ കുറച്ചും കൂടി ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നൂഡിൽസിൽ കുറച്ചും കൂടി റണ്ണി ആയിട്ടുള്ള എഗ്ഗായിരുന്നു. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടും പിന്നെ എന്തുകൊണ്ടും റണ്ണി ആയിട്ട് കിട്ടിയില്ല. പക്ഷെ കുറച്ച് നമുക്ക് നോക്കിയാൽ കുറച്ച് റണ്ണിയാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ. എനിവേ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ മുട്ട ഞാൻ കഴിക്കുന്നില്ല, നമുക്ക് ബാക്കി ഭാഗം നോക്കാം. കറക്റ്റ് സ്പൈസ് ലെവല്. എനിക്കിത് കൂടുതൽ സ്പൈസി ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഫ്രണ്ടിന് ഈ ലെവലാണ് ഇഷ്ടം. നല്ല നൈസായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, പക്ഷെ നൈസാണ്.